സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, രാഹുൽ ഗാന്ധി അവിടെ എത്തിയല്ലേ? രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതീഷിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ച സമയം 9:55 എന്നാൽ 9:25 കൂടി തന്നെ രാഹുൽ ഗാന്ധി വീട്ടിലെത്തുകയും വീട്ടിനകത്തേക്ക് മറ്റ് ആരുമായി സംസാരിക്കാൻ നിൽക്കാതെ വീട്ടിനകത്തേക്ക് കയറി പോവുകയായിരുന്നു. വലിയ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വീട്ടിനകത്തേക്ക് കയറി പോവുകയും ഉള്ളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നും നമുക്കുള്ളിൽ കയറി രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ സൗകര്യം ഒന്നും ഇവിടെയില്ല. അതിനുശേഷം പകരം കുടുംബവുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവരുടെ പരാതികൾ കേൾക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. വലിയ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നിർത്തിവെച്ചുകൊണ്ട് ഈ വയനാട്ടിലുണ്ടാകുന്ന ഈ വന്യജീവി ആക്രമണം കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കുന്നതിന് വേണ്ടി ഇത്ര വലിയ പ്രാധാന്യത്തോടു കൂടി എടുത്തുകൊണ്ട് തന്നെയാണ് തന്റെ മണ്ഡലത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കാതലായ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ നിന്നും ഭാരത് ജോഡോ യാത്ര അവസാനം അല്ലെങ്കിൽ നിർത്തിവെച്ചുകൊണ്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വയനാട്ടിലേക്ക് എത്താനുള്ള ഒരു ശ്രമം ഉണ്ടായത്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ കാട്ടാനാക്രമണം അതായത് ഡിസംബറിൽ കടവീട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉദ്ധരിയാൻ പോയ സമയത്ത് കടവീട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കടവീട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രജീഷിന്റെ വളരെ ദരിദ്ര അവസ്ഥയിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന ഒരു സമയത്താണ്. അമ്മ മാത്രമാണുള്ളത്, കല്യാണം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമ്മയും ഒരു സഹോദരനുമാണ് വീട്ടിലുള്ളത്. അവരുമായിട്ടായിരിക്കും രാഹുൽ ഗാന്ധി സംസാരിക്കുക. പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ പ്രദേശത്ത് സുരക്ഷ ഒരുക്കണമെന്ന് മാത്രമാണ്. തങ്ങളുടെ കുടുംബത്തിന് മാത്രമായി പ്രത്യേക ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. തങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങളോ മറ്റോ ആവശ്യമില്ല. അതിന് പകരമായിക്കൊണ്ട് ഈ പ്രദേശത്ത് ചുറ്റുമതിൽ സ്ഥാപിക്കണം, അല്ലെങ്കിൽ കാട്ടിൽ നിന്നും വന്യമൃഗങ്ങൾ വരുന്നത് നാട്ടിൽ ആക്രമണം തടയുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം, അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി തന്നെ ഈ ചുറ്റുമതിൽ സ്ഥാപിക്കുകയും പ്രദേശത്തെ റോഡ് പണികൾ അല്ലെങ്കിൽ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണം. ആ രീതിയിലുള്ള ചില ആവശ്യങ്ങൾ, പൊതുവായിട്ടുള്ള ആവശ്യങ്ങളാണ് കുടുംബം രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ വെക്കുന്നത്. ഏതായാലും തങ്ങളുടെ കുടുംബത്തിന് മാത്രമായി സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ മറ്റു അത് പ്രത്യേകമായ സഹായമോ തങ്ങൾക്ക് ആവശ്യമില്ല. പകരം ഈ പ്രദേശത്തെ ആവശ്യങ്ങൾ കൂടി, പൊതുവായ ആവശ്യങ്ങൾ രാഹുൽ ഗാന്ധി തങ്ങളുടെ MP-യുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോൾ നേരത്തെ സഹോദരൻ നമ്മളോട് പങ്കുവച്ചത്. ഏതായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ട്. അല്പസമയം, ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ഇവിടെ ചെലവഴിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്രകാരമാണെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റോട് കൂടി കുടുംബത്തിനുമായി സംസാരിക്കുകയും കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്തതിനു ശേഷം ആയിരിക്കും ഇവിടെ നിന്ന് പോവുക. നേരത്തെ നിശ്ചയിച്ച സമയത്തിൽ നിന്നും വിഭിന്നമായി എല്ലാ സ്ഥലങ്ങളിലും അല്പം നേരത്തെ തന്നെ എത്താൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടുണ്ട്. 9:55 കൂടിയാണ് വാഗേരിയിലെ ഈ വസതിയിൽ, പ്രജീഷിന്റെ വസതിയിൽ എത്തുമെന്ന് പറഞ്ഞത്. എന്നാൽ 9:25 കൂടി തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീടിനകത്താണുള്ളത്. അകത്തേക്ക് മാധ്യമങ്ങൾക്കൊന്നും തന്നെ ആർക്കും പ്രവേശനം ഇല്ല. കാരണം വളരെ ചെറിയൊരു വീടാണ്. കുടുംബവുമായി സംസാരിക്കൽ മാത്രമാണ് തന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ സമാശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്രയും പ്രാധാന്യത്തോടെ എടുത്തുകൊണ്ട് ഈ ഭാരത് ജോഡോ യാത്ര നിർത്തിവെച്ചുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ വയനാട്ടിലേക്ക് എത്താനുള്ള ഒരു ശ്രമം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി കാണുന്നതിനോ അല്ലെങ്കിൽ അത്തരം ഒരു വലിയ ഒരു തടസ്സം, ഈ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ നടത്താതെ കുടുംബവുമായി ഈ അപകടം പറ്റിയ ആളുകളുടെ അല്ലെങ്കിൽ മരണം സംഭവിച്ച കുടുംബത്തെ സമാശ്വസിപ്പിക്കൽ മാത്രമാണ് തന്റെ ലക്ഷ്യം. അതുകൊണ്ട് അവരെ കാണുക മാത്രമാണ് ഈ വയനാട് സന്ദർശനത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി ലക്ഷ്യം വെക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ്. നേരത്തെ തന്നെ നിശ്ചയിച്ച സമയത്തിനും നേരത്തെ തന്നെ ഈ പോളിന്റെയും നേരത്തെ ഇന്നലെ കാട്ടാനാക്രമണത്തിൽ സന്ദർശിച്ചു. അതുപോലെ തന്നെ ആരിഷിന്റെ കുടുംബവുമായി നേരത്തെ പറഞ്ഞതുപോലെ